പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന സ്ഫോടനത്തിൽ പോലീസ് പരിശോധന. BJP പ്രവർത്തകനായ കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളുമാണ് കണ്ടെത്തിയത്. സുരേഷ് ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, ഈ സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണോ ഈ പരിശോധന നടന്നത്? ഈ രണ്ട് സംഭവം തമ്മിൽ ബന്ധമുണ്ടെന്നാണോ പോലീസ് കരുതുന്നത്? RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പോലീസിന് ഇല്ല എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സുരേഷ് എന്ന വ്യക്തി, ഇയാൾ ഈ BJP പ്രവർത്തകൻ കൂടിയാണ്, ഇയാളുടെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. 24 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, അതോടൊപ്പം തന്നെ അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കൾ എന്നിവയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഈ 12 ഡിറ്റനേറ്റർ എന്തിന് ആണ് ഇയാൾ കൈവശം വെച്ചത്, സ്ഫോടക വസ്തുക്കൾ എന്തിന് അനധികൃതമായി നിർമ്മിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ ഡിറ്റനേറ്റർ സാധാരണഗതിയിൽ ഈ കോറിയിലും മറ്റും ഉപയോഗിക്കാറുണ്ട്. അതിന് ലൈസൻസ് കൈവശം വേണം. ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് കൈവശം വെക്കാൻ കഴിയില്ല. പക്ഷേ ഈ സുരേഷ് എന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ല. സുരേഷിനെ കൂടാതെ മറ്റ് 2 പേരെ കൂടി ഈ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരാരാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ ഈ കൃത്യമായ വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും BJP പ്രവർത്തകനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സുരേഷ്. ഈ സുരേഷ് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് ഈ പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും സ്ഫോടക വസ്തുക്കൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി തുടർന്ന് ഇതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ നടക്കും. അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അവർ എത്തി ഇത് നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിലെ സ്ഫോടകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് ഇത്തരം ഒരു പരിശോധനകൾ നടത്തിയത്. അതിന്റെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ വീട്ടിൽ വെച്ച് ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അജിംസ്, സാജിദ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യാസവിദ്യ സ്കൂളിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ ഇതുവരെ എന്തെങ്കിലും അറസ്റ്റോ മറ്റു നടപടികളോ ഉണ്ടായിട്ടുണ്ടോ ഇതല്ലാതെ? ഇല്ല, ഇതല്ലാതെ മറ്റ് അറസ്റ്റുകളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് ഈ പന്നിപ്പടക്കം നിർമ്മിക്കുന്ന പല ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്ത് നിരവധി പേരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കസ്റ്റഡി എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഈ വ്യാസവിദ്യാപീഠത്തിൽ ഈ വെച്ചത് ഈ സുരേഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ, അതും ഇതും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്നെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. നിലവിൽ എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് പൊടിപ്പാറയിലെ ഈ സുരേഷ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പാലക്കാട് വീണ്ടും ബോംബ് കണ്ടെടുത്തിരിക്കുന്നു എന്ന വളരെ ഭീതിജനകമായ വാർത്തയാണ്. നേരത്തെ സ്കൂളിലാണ് ബോംബ് കണ്ടതെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിലാണ് ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെത്തിയിട്ടുള്ളത്. സുരേഷ് എന്ന പേരുള്ള ഒരാളാണ് ഈ വീടിന്റെ ഉടമ. അയാളാണ് ഈ ബോംബ് നിർമ്മിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. സുരേഷ് ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. സാജിദിലേക്ക് വീണ്ടും. സാജിദ്, നേരത്തെ CPM ഉൾപ്പെടെ ഈ കേസന്വേഷണത്തിലെ മെല്ലെപ്പോക്കിനെ വിമർശിച്ചിരുന്നു. പോലീസ് തന്നെ തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കുകയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇപ്പോൾ ഒരു ലീഡ് ആവുന്നുണ്ടോ ഈ കേസിൽ? ഞാൻ സാജിദ് ഒരു നിമിഷം. സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. സന്ദീപ്, ഇതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിശോധനയിൽ ഒരു വീട്ടിൽ നിന്നാണ് ബോംബ് കണ്ടെടുത്തിട്ടുള്ളത്. പോലീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് തുടക്കം മുതൽ ഇത് പന്നിപ്പടക്കമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് ബോംബ് തന്നെയാണ്, ഡിറ്റനേറ്റർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ സ്കൂളിൽ കണ്ടെത്തിയ ബോംബുമായി ഇതിന് ബന്ധം ഉണ്ടാവുമോ? അല്ല, BJP-ക്കാർ പറഞ്ഞിരുന്നത് ഇത് ഗണേശോത്സവത്തിന് പൊട്ടിക്കാൻ കൊണ്ടുവന്ന ചീനിപ്പടക്കമാണെന്നാണല്ലോ BJP-ക്കാരെയും മാർക്സുകാരെയും വാദം ഉണ്ടായിരുന്നത്. എന്തായാലും ഡിറ്റനേറ്റർ ആണോ ഗണേശോത്സവത്തിന് പൊട്ടിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന് വെച്ചത്? അജിംസിന് അറിയാലോ, പാലക്കാട് ജില്ലയിൽ വ്യാപകമായി ഗണേശോത്സവവും ശ്രീകൃഷ്ണജയന്തി ശോഭായാത്രയും ഒക്കെ സമയമാണ്. സ്വാഭാവികമായിട്ടും വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളും സെൻസിറ്റീവായിട്ടുള്ള ആഘോഷങ്ങളും നടക്കുകയാണ്. വലിയ സുരക്ഷ വേണ്ട ആഘോഷങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണല്ലോ. ഇവിടെ അജിംസിന് അറിയുന്ന പ്രദേശമാണ് മൂത്താന്തറയും കല്ലേക്കാടും എന്നൊക്കെ പറയുമ്പോൾ, കല്ലേക്കാട് സംസ്ഥാനത്ത് തന്നെ RSSന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് വലിയ സംവിധാനങ്ങളും RSSന്റെ സർസംഘചാലക വരുമ്പോൾ താമസിക്കാനുള്ള SPG സുരക്ഷയുള്ള പ്രത്യേക വീടും എല്ലാമുള്ള ഒരു വലിയ കോംപ്ലക്സ് ആണ്, എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ആണ്.
അപ്പം അവിടെയാണ് RSSന്റെ കേരളത്തിലെ മിക്ക പരിശീലനങ്ങളും രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട പല പരിശീലനങ്ങളും നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ കല്ലേക്കാട് നിന്നാണ് ഇപ്പൊ ഈ ഡെറ്റനേറ്ററുകൾ കണ്ടെത്തിയതെന്ന് പറയുന്നു. മറ്റൊന്ന് മൂത്താന്തറയാണ്. കല്ലേക്കാട് നിന്ന് ഏകദേശം എനിക്കൊന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മൂത്താന്തറയിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടി വരും. ഇതിനകത്ത് അവർ ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് പറയേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന ക്രമസമാധാനം തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷണമാണ്. ഇപ്പൊ CPMന്റെ ജില്ലാ സെക്രട്ടറി RSSന്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ എന്തേ കേരള പോലീസ് അങ്ങോട്ട് പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് അത് റെയ്ഡ് ചെയ്യാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ബോംബ് സ്ഫോടനം നടന്നത് മൂത്താന്തറയിലായിരുന്നില്ല, തൊട്ടപ്പുറത്ത് മേപ്പറമ്പിലായിരുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കുമോ പോലീസ് ഇടപെടുന്നത്? സ്വാഭാവികമായിട്ട് അവിടെ UAPA ചാർജ് ചെയ്യില്ലേ? NIA വരില്ലേ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ട് പറഞ്ഞെത്തില്ലേ? 14 ജില്ലകളിൽ നിന്നും വിഷജന്തുക്കള് ട്രെയിനും ബസ്സും കിട്ടിയ വാഹനങ്ങൾ മുഴുവൻ പിടിച്ച് പാലക്കാട്ടേക്ക് വരില്ലേ? ഇവിടെ വലിയ വർഗീയ പ്രചരണം നടന്നിട്ടുണ്ടാവില്ലേ? എത്ര ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി കെട്ടി തൂക്കിയിട്ടുണ്ടാവും, ഗരുഡൻ തൂക്കം തൂക്കിയിട്ടുണ്ടാവും, പീഡിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇപ്പോ വളരെ ശാന്തമായി നടക്കുന്ന ഒരു അന്വേഷണം. കേരളത്തിലെ പല സാംസ്കാരിക പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇതിൽ മൗനം പാലിക്കുന്നു. കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ സന്ദീപ്, ഈ ബോംബ് കണ്ടെത്തിയിട്ടും സാംസ്കാരിക കേരളം ആരും ഞെട്ടുന്നില്ല, അതാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് RSSന്റെ ബോംബ് സമാധാനത്തിന്റെ ബോംബാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. RSS ബോംബ് ഉണ്ടാക്കുമ്പോൾ അത് സമാധാനത്തിന്റെ ബോംബായി മാറുന്നത് എങ്ങനെയാണ്? അവർ ബോംബ് പൊട്ടിച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാവുമോ? വളരെ പാലക്കാടിന്റെ ചരിത്രം അറിയാമല്ലോ. പാലക്കാട് 90കളിലും മുരളി മനോഹർ ജോഷിയുടെ ഏകതയാത്രയുടെ സമയത്ത് ഉണ്ടായിട്ടുള്ള വർഗീയ സംഘർഷങ്ങൾ, കലാപങ്ങൾ, ഇതൊന്നും മറന്നു രക്തപങ്കിലമായിട്ടുള്ള ഒരു ഭൂതകാലം പാലക്കാടിനുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നത്? വളരെ പാലക്കാട് ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നാണോ സന്ദീപ് വാര്യർ പറയുന്നത്? തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയെ ദൈവം രക്ഷിച്ചു. അതല്ലാതെ മറ്റെന്താ സംഭവിച്ചത്? ഇതുപോലെ ആയിരുന്നില്ല നടന്നിരുന്നെങ്കിൽ പാലക്കാട്ടെ വലിയ ഹൈന്ദവ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന വേളയിലായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടായതെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? BJPയും RSSും പറയുന്ന ഒരു രാഷ്ട്രീയ നറേറ്റീവിന് പിൻബലമേകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയല്ലേ ഉണ്ടാവുക. അതിനനുസരിച്ച് കേരളത്തിലെ ഗവൺമെന്റും ഡിസൈൻ ചെയ്ത് കൊടുക്കില്ലേ കേരളത്തിലെ പൊളിറ്റിക്സിനെ? അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, നന്ദി സന്ദീപ് വാര്യർ ഈ വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും ഈ മൂത്താന്തറ സ്കൂളിൽ നിന്ന് ബോംബ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് 3 സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്തിയത്.